ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വീൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോര് രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മോര് രസം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ മോര് രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് അല്പം ഒരു കട്ടിയും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴിതാ ഇതൊട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ രസത്തിലേക്ക് വേണ്ടുന്ന ഒരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഈ ഒരു ഇടികല്ലിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം. ഞാനിവിടെ ഈ കുരുമുളകും ജീരകവും കൂടി നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഈ ഒരു കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1 2 വറ്റൽമുളക് മുറിച്ചതും കൂടി നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്കിനി ആ ചതച്ച് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു മസാലയൊക്കെ വേഗം കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. മോരുകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കിതുപോലെ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മസാലയൊക്കെ ആവശ്യത്തിന് തന്നെ ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പിലയെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന ആ മോര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മോരെടുത്ത ആ പാത്രത്തിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ കറി തിളച്ച് പോകാൻ വേണ്ടി പാടില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. ഇപ്പോഴിതാ ഈ കറി നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മോര് രസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും മോരുകറി തയ്യാറാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ മോര് രസം തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക്